ശ്രീ ടി പി ജയചന്ദ്രൻ, BJP എങ്ങനെയാണ് സമസ്ത മുഖപത്രങ്ങളിൽ വന്നിരിക്കുന്ന പരസ്യത്തെ കാണുന്നത്? സ്മൃതി, കേരളം എത്രമാത്രം വർഗീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മതേതരത്വത്തിന്റെ ചുവട് പിടിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് നേടുന്നതിന് വേണ്ടി കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്ന അതിദയനീയമായ അപഹാസ്യമായ ഒരു വോട്ട് ബാങ്കിന്റെ പുറകിലുള്ള നെട്ടോട്ടമല്ല ഇവിടെ കാണിക്കുന്നത്. ഒരു കൂട്ടർ ബീഫ് ഫെസ്റ്റ് നടത്തും, മറ്റൊരു കൂട്ടർ പശുവിനെ പച്ചയ്ക്ക് തെരുവിലിട്ട് അറക്കും. കിടപ്പാടവും കുടിയും നഷ്ടപ്പെടുന്നവന്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കാതെ, അതിനുവേണ്ടി സംസാരിക്കാതെ മധ്യസ്ഥത്തിനു വേണ്ടി ഓടും. നോക്കൂ, എന്ത് ദയനീയമായ ചിത്രമാണ് കേരളത്തോട്. നാം അഹങ്കരിക്കാറുണ്ട് സ്മൃതി, ഇത് കേരളമാണ്, കേരളത്തിന്റെ മതേതരത്വമോ മണ്ണാണ്. അതാണല്ലോ നമ്മൾ ചാനലുകളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യുകയും. നോക്കൂ സ്മൃതി, ഇന്ന് ഈ രണ്ട് വിഭാഗവും തമ്മിലടിക്കുന്നത് മതേതര വോട്ടുകൾക്ക് വേണ്ടിയാണോ, അതല്ല ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ടുകൾക്ക് വേണ്ടിയാണോ? എന്റെ സുഹൃത്ത് നേരത്തെ ജോൺ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. മുസ്ലിം ലീഗിന് 6 മാസത്തിനിടയ്ക്ക് എന്ത് മാറ്റമാണ് വന്നത്? ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നു, എന്ത് മാറ്റമാണ് സർ ലീഗിന് വന്നത്? വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പച്ചക്കൊടി ഹറാമായിരുന്നു, ഇപ്പോൾ പച്ചക്കൊടി നിങ്ങൾക്ക് വളരെയധികം ഹലാലാവും. എന്ത് മാറ്റമാണ് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ മുസ്ലിം ലീഗിന് വന്നിരിക്കുന്നത്? ഇന്ന് നിങ്ങൾ തർക്കിക്കുന്നു നിങ്ങൾ ഇവിടെ കേരളത്തിൽ വെച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും. ഞാൻ റോജിയോട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, പാകിസ്ഥാന്റെ കൊടിയാണെന്ന് ദേശീയ മാധ്യമങ്ങളിൽ പറഞ്ഞത് ആരാണ്? ലീഗിന്റെ പച്ചക്കൊടി പാകിസ്ഥാന്റെ കൊടിയാണെന്ന് ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആരാണ്? ആരെങ്കിലും പ്രതികരിച്ചാൽ നിങ്ങളുടെ നേതാക്കളല്ലേ? നിങ്ങളുടെ നേതാക്കളല്ലേ? നിങ്ങളുടെ കേന്ദ്ര നേതൃത്വമല്ലേ? ഞാൻ സ്മൃതിയോട് എനിക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ആനുകൂല്യവും ചോദിക്കുന്നില്ല. പകരം നിങ്ങൾ എന്റെ വാദഗതി ചോദ്യം ചോദിച്ച് പറയാൻ അനുവദിക്കണം. ആങ്കർമാർക്ക് പൊളിറ്റിക്സ് ആവാം, പക്ഷേ അത് വ്യക്തിപരമായിട്ട്. പക്ഷെ നിങ്ങൾ ചർച്ചയിൽ ഇടപെടുമ്പോൾ മറ്റുള്ളവരോട് കാണിക്കാത്ത ഒരു രീതി എന്നോട് കാണിക്കരുത്. ഞാൻ ഒറ്റ ചോദ്യം സ്മൃതിയോട് ചോദിക്കും. നോക്കൂ, 2 മണിക്കൂറാണ് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഈ 2 മണിക്കൂർ ചർച്ച ചെയ്യാൻ മാത്രമേ എന്തുണ്ട് എന്ന് എനിക്കറിയില്ല. ആയിക്കോട്ടെ, അത് നിങ്ങളുടെ രാഷ്ട്രീയവും ഇച്ഛയും ഒക്കെ ആവാം. ചോദ്യങ്ങൾ ചോദിക്കുകയും നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത് ദയവ് ചെയ്ത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ആങ്കർ ആണല്ലോ, നിങ്ങൾക്ക് ഞാൻ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരുത്തിക്കോളൂ. തെറ്റാണെന്ന് സമർത്ഥിച്ചോളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ആരെങ്കിലും ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ നിലപാടുള്ള കോൺഗ്രസ്സുകാർ ലീഗിന്റെ കൊടി അഴിച്ചു വെക്കാൻ പറയുകയും പകരം അവിടെ ബലൂൺ പറത്തിയാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നതാണോ മര്യാദ? BJP-കാരനെതിരെ പറയുന്നതിനൊക്കെ നമ്മൾ വിമർശിക്കാറില്ലേ, അത് സമർത്ഥിക്കാറില്ലേ? അതല്ലേ കോൺഗ്രസ് ചെയ്യേണ്ടത്? പകരം ഏതോ ചില ആളുകൾ അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് ലീഗിന്റെ പച്ചക്കൊടി 6 മാസം മുമ്പ് അഴിച്ചു വെക്കുകയും ഇന്ന് അതേ ലീഗിന്റെ ആത്മീയ തലങ്ങളിലുള്ള ആളുകളുടെ മുമ്പാകെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടു ചെല്ലുകയും ചെയ്യുന്നത് ഏത് മതേതരത്വത്തിന്റെ പേരിലാണ്? കേരളത്തിലെ ആത്മീയ നേതാക്കന്മാർ ഒരു സമുദായത്തിൽപ്പെട്ടവർ മാത്രമേ ഉള്ളൂ സ്മൃതി. ഇവിടെ ക്രൈസ്തവ വിഭാഗത്തിലും ഹിന്ദു വിഭാഗത്തിലും ഒക്കെ ആത്മീയ നേതാക്കന്മാരില്ലേ? രാഷ്ട്രീയ നേതാക്കന്മാരെ കാണാനാണ് പോകുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയിൽ ലീഗ് അല്ലാതെ മറ്റു ഘടകകക്ഷികളില്ലേ? അല്പം കൂടി കിലോമീറ്റർ വന്നാൽ കോഴിക്കോട്ടുണ്ടല്ലോ അവർക്കുള്ള ഘടകകക്ഷി. അപ്പൊ ഇതൊന്നുമല്ല സ്മൃതി നമ്മളിപ്പോ അലട്ടുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമായിരുന്നില്ല സ്മൃതി. ഈ ബഹളം കേരളത്തിലല്ലേ ഉള്ളൂ? കശ്മീരിലെ CPM-ന് MLA-മാരെ കിട്ടിക്കൊടുക്കുന്നത് ഈ ജോണിന്റെ ഈ കോൺഗ്രസിന്റെ പാർട്ടിയല്ലേ? തമിഴ്നാട്ടിൽ ചെന്നാൽ ഇവർ ഒറ്റക്കെട്ടല്ലേ? എന്തിനാണ് ഈ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ച് ഇവിടെ പച്ച വർഗീയത പറഞ്ഞ് ചില വിഭാഗത്തിന്റെ വോട്ടുകൾ തട്ടിയെടുക്കാൻ, അത് സ്ക്രീൻഷോട്ട് വിഭാഗത്തിലായാലും ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നതായാലും ഒക്കെ കാണിക്കുന്ന നിത്യവും നീത്യവുമായ പത്രങ്ങളെ അപലപിക്കാനേ അല്ലാതെ നമുക്ക് എന്തിനു സാധിക്കും? ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിലെ മതേതര വോട്ടുകൾക്ക് വേണ്ടിയാണോ ഈ 2 കക്ഷികൾ ഇപ്പോൾ മത്സരിക്കുന്നത്? ഈ പരസ്യത്തിന്റെ പിന്നാമ്പുറത്തുള്ളത് കേരളത്തിന്റെ മതേതര മനസ്സിനെ പ്രജ്വലിപ്പിക്കണം, അവരെ വളർത്തിയെടുക്കലാണ്. അതല്ല ബീഫ് ഫെസ്റ്റും പശുവിനെ പച്ചക്കറക്കലും മുനമ്പം വിഷയവും ഒക്കെ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ ഈ തർക്കം മുഴുവൻ നിൽക്കുന്ന ഒരു കാര്യം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയിൽ, അല്ലെങ്കിൽ എന്റെ കോൺഗ്രസ് ഒറ്റ ചോദ്യം, രാഹുൽ ഗാന്ധിയോട് നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിൽ നിന്നും CPM-നെ പുറത്താക്കാൻ കേരള ഘടകത്തിന്റെ ഒരു പ്രമേയമെങ്കിലും ഇദ്ദേഹം പറഞ്ഞു പാസാക്കുമോ? അപ്പൊ ഇത് ആളുകളെ പൊട്ടലാക്കുകയല്ലേ സ്മൃതി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് പച്ച വർഗീയതയുടെ പുറകിൽ ചെന്ന് അത് പരമാവധി കത്തിച്ചെടുത്ത് BJP-യെ പ്രതിക്കൂട്ടിൽ നിർത്തി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ വരെ പറഞ്ഞതുപോലെ അല്ല ഇന്ന് BJP. തൃശ്ശൂരിൽ 3ാം സ്ഥാനത്തെത്തുമെന്ന് പറഞ്ഞു. മാധ്യമങ്ങളും ഒക്കെ ആഘോഷിച്ചു ആദ്യഘട്ടത്തെ.
പക്ഷെ വസ്തുതകളും ജനങ്ങളുടെ മനസ്സും കേരള മാധ്യമ മനസ്സിലോ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ മനസ്സിലോ അല്ല എന്ന് തെളിയിക്കാൻ പാലക്കാട്ടെ ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്ന മുഹൂർത്തത്തിൽ ഈ ജൽപ്പനങ്ങളൊക്കെ ജലരേഖകളായി മാറും. ഇതിന്റെ ആയുസ് ഒരുപക്ഷെ 23-ാം തീയതി മാത്രമായി അവസാനിക്കുമെന്ന് ഉച്ചസ്ഥലം പറയാനാണ് ഞാൻ അവസാനം പറഞ്ഞത്. ശരി, താങ്കൾ ഇങ്ങനെ ഈ പച്ചക്കറുത്ത പശുവിനെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പശുവുമായി പോയ മനുഷ്യരെ അർത്ഥ കഥ കൂടി ഓർക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക്. ഓർക്കുന്നത് കൊണ്ട് ആ ജീവിയെ കൊല്ലണോ സ്മൃതി? ഓ, അത് ഓർത്തോളൂ നിങ്ങൾ. അത് ഓർക്കുന്നതിന് പശുവിനെ കൊന്നവരെ എല്ലാം അറുത്തിട്ടുള്ളത്. ഓട്ടെ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, തിരഞ്ഞെടുപ്പ് കാലത്ത് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വേണ്ടതുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.